അപ്പോൾ മാരാമൺ കൺവെൻഷൻ പന്തലിലെ അകത്തെ ചിത്രമാണ്. ഈ ഒരു മദ്യനിരോധനത്തെ കുറിച്ചും മദ്യനത്തെ കുറിച്ചുള്ള ഒരു ഒരു സാക്ഷ്യമാണ് ഇതിനുള്ളിൽ നടക്കുന്നത്. വിശ്വാസികളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കാണ്. പക്ഷേ സാറ്റർഡേ, ശനി, ഞായറാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ പന്തലിനുള്ളിലെ 1,00,000 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓല മെഞ്ഞതും ഓലത്തട്ടും ഒക്കെ ഇതൊക്കെ കൂട്ടായ സംരംഭമാണ്. അതിൻ്റെ ഒരു കാഴ്ച ചിത്രീകരണം ആണിത്. സ്വയം പരിചയപ്പെടുത്തി പറയാം. എൻ്റെ പേര് തോമസ്. ഞാൻ മാരാമൺ ഇടവക്കാരനാണ്. കൺവെൻഷൻ പന്തലിൽ മദ്യപാനത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പറയുന്നതൊക്കെ ഞാൻ കേട്ടു. ഈ കഴിഞ്ഞ സമയം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകരുടെ ഉപദേശത്തിൽ കൂടിയല്ല, മാതാപിതാക്കളുടെ ഉപദേശത്തിൽ കൂടിയാണ്. എനിക്ക് 78 വയസ്സ് വരെ ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുമില്ല. കാര്യം എനിക്ക് എൻ്റെ അപ്പനെ പേടിയായിരുന്നു, എൻ്റെ പിതാവിനെ പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അല്ലാതെ ഇതിപ്പോൾ പ്രസംഗത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് 50 വർഷം വരെ, ഇപ്പം ഞാൻ കേട്ടതാ, 50 വർഷം വരെ ഞാൻ കുടിച്ചു, ഞാൻ അടിച്ചു, ഞാൻ അവനെ തട്ടി, ഞാൻ ഇവനെ കുത്തി എന്നിട്ട് സാക്ഷ്യം പറയുന്നതല്ല സുവിശേഷം എന്ന് പറഞ്ഞു. അത് ഞാൻ ക്ലോസ് ചെയ്യും. എന്റെ വീട് അടുത്ത 10 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് സർവീസിലായിരുന്നോണ്ട് ഇങ്ങോട്ട് വന്നില്ല. ഇപ്പൊ സ്ഥിരം 3 വർഷമുണ്ട്. അതിന് മുമ്പ് എല്ലാ കൺവെൻഷൻ ഞാൻ ലീവ് എടുത്ത് വരും. റെഗുലറായിട്ട് ഒറ്റ കൺവെൻഷൻ വിടത്തില്ല. ഞാൻ ഗൾഫിലായിരുന്നു. പ്രാർത്ഥനാലയം മാരാമൺ കൺവെൻഷനല്ലേ, ഓല കൊണ്ട് മേഞ്ഞ പഴയ നമ്മുടെ എന്താണ് ആ ഓർമ്മകൾ എന്താണ് തിരിച്ചു പിടിക്കാനുള്ള ഒരു എന്താണ് ആ ഒരു ഓർമ്മക്കുറിപ്പ് പോലെയുള്ള ഒരു പ്രാർത്ഥനാലയം മാരാമണ്ണിലെ എനിക്ക് കണ്ടൊരു പ്രത്യേകതയായിരുന്നു. അതാണ് ഞാനിങ്ങനെ വട്ടം ചുറ്റി കാണിക്കുന്നത്. പണ്ടത്തെ കാലത്തെ പള്ളികളൊക്കെ ഓലമേഞ്ഞ പള്ളികൾ ഇപ്പോഴും ഉണ്ട്. പല സുവിശേഷ കേന്ദ്രങ്ങളും ഈ ദരിദ്ര മേഖലയിലൊക്കെ എപ്പോഴും ഓല കൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ ഒരു പഴമയിൽ നിന്ന്, തുടക്കത്തിൽ നിന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായി. അത് വളരെ ഭംഗിയായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നു. ഇതിനകത്ത് ആ ഒരു എന്താണ് ഒരു പ്രാർത്ഥനാലയം, മാരാമൺ കൺവെൻഷനുള്ളിൽ ഒരു പ്രാർത്ഥനാലയത്തിൻ്റെ പ്രാർത്ഥനാലയം, അതിനുള്ളിൽ പ്രാർത്ഥന നടക്കുന്നത്. ഇതൊരു ഡെമോ അല്ല, ശരിക്കും അത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. അകത്ത് ആൾക്കാരിങ്ങനെ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന്മാരൊക്കെ ഉണ്ട്, സ്തോത്ര കാഴ്ച, പിന്നെ അച്ഛൻ എല്ലാം ഉണ്ട് അവിടെ. ഈ നമ്മുടെ എന്താണ് മാരാമൺ പ്രധാന പന്തലിൽ നിന്ന് ലെഫ്റ്റിലെ ഇവിടെ പ്രാർത്ഥനാലയമുണ്ട്. കൗൺസിലിങ്ങിന് പ്രത്യേക പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം. ഇരുന്ന് കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള കൊച്ചു കൊച്ചു കൂടാരകൾ ഇങ്ങനെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം ഓലമേഞ്ഞ ആ ഒരു പഴമ സൂക്ഷിച്ചു കൊണ്ടുള്ള കൊച്ചു കൊച്ചു ഓലപ്പുരകളാണ്. അത് ശരിക്കും നമ്മുടെ ആ ഗൃഹാതുരത്വം, പഴയമയുടെ ആ ഒരു ഗൃഹാതുരത്വം വിളിച്ചോതുന്ന സൂപ്പർ കാഴ്ചയാണ്. കൗൺസിലിങ്ങിന് തന്നെ കൗൺസിലിംഗ്, പുരുഷന്മാര്, സ്ത്രീകള്, എനർജി ക്യാമ്പ് ഷെഡ്, ക്ലർജി ക്യാമ്പ് ഷെഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ളിലെ സുന്ദരമായ വിലപ്പെട്ട കാഴ്ചകൾ. ഇവാഞ്ചലിസ്റ്റ് ക്യാമ്പ് ഷെഡ്, ന്മാർക്കുള്ള ഭക്ഷണമൊക്കെ ഒരുക്കുന്ന പാചകപ്പുരയും ആ പുഴയുടെ തീരവും എത്ര ഭംഗിയല്ലേ. അപ്പോൾ ഈ മാരാമൺ മണപ്പുറത്തെ ഒരു പ്രത്യേക കാഴ്ചയോടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പുല്ല് തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ യാത്രാമധ്യേ കാണുന്ന സുന്ദരമായ ആ വെള്ളപ്പൂ ഇവിടെയും കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി.
അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇങ്ങനെ മുഴുവൻ ഈ ചതുപ്പ് നിറഞ്ഞൊരു പ്രദേശമായിരുന്ന പിന്നെ അത് ആത്മീയതയുടെ പ്രദേശമായും മാറി. ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ്. ആ കാണുന്ന ചതുപ്പാണ്, വയലായിരുന്നില്ലേ. അതുവഴി പോവാം. നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ. യെസ് 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 യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പിന്നാമ്പുറത്തെ കാഴ്ചകൾ. സങ്കടം ആർക്ക് അനാവശ്യമായ കൺചുവകും വീഞ്ഞു കുടിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ വീഞ്ഞ ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നത് നീ നോക്കരുത് എന്ന് പറയുമ്പോൾ അത് നമുക്കെല്ലാം നൽകിയിരിക്കുന്ന വലിയൊരു സന്ദേശം. കാരണം ലഹരിയിൽ നിന്ന് നമ്മൾ വിമുക്തരായെങ്കിലും ഇനി അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണ മേശയിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളുണ്ടെങ്കിൽ നമുക്കവിടെ പോയിരിക്കാനൊക്കെ ഇല്ല. നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യം. അതുകൊണ്ട് ആ ധൈര്യം പ്രാപിപ്പാനായിട്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഇതിനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. അതിന്റെ ഭാരവും വേദനയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാരം എങ്ങനെയാണ് കുറയുന്നത്? നമ്മുടെ ഭാരങ്ങൾ ഒരിടത്തിലാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരു പാലത്തിലൂടെയാണ് തിരിച്ച് നമുക്ക് വേറൊരു പാലത്തിൽ കൂടി ഇതുവഴി കയറിയൊക്കെ തിരിച്ചു പോയാലോ, അതിൻ്റെ ഒരു ഭംഗി. അനുഭവം കേട്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളൊന്ന് തുറന്ന് ആരോഗ്യം ആത്മാർത്ഥമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ അപ്പോൾ നമ്മൾ വന്നപ്പം ഈ ആ പാലം വഴിയാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. ഇറങ്ങുന്നത് മറ്റൊരു പാലം വഴിയാണ്. അതേപോലത്തെ മറ്റൊരു പാലമാണ് ഈ പാലം. പാലത്തിൽ കൂടെ കയറി നമ്മൾ തിരിച്ച് ബാക്ക് ചെയ്യാം. അപ്പോൾ വന്ന പാലമല്ല ഇത്, തിരിച്ചു പോയി വന്ന വഴിയിൽ രണ്ടാമത്തെ മറ്റൊരു വഴിയിലൂടെ ഇതൊക്കെ അങ്ങോട്ട് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ മറ്റൊരു വഴിയിലൂടെ നമ്മൾ തിരിച്ച് എവിടെ പോകുന്നു? പാക്കപ്പ്. കുറച്ച് കാഴ്ചകളുണ്ട്, തീർന്നിട്ടില്ല. ഇതുവഴി ഇനി കുറേ പള്ളിയുടെ കാര്യങ്ങളൊക്കെ കണ്ട് അതുവഴിയൊക്കെ പോകാം. അങ്ങനെയല്ലേ ഭംഗി. വെയിലിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ പാലം, മുള. സമർപ്പിക്കപ്പെട്ടവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടാകും. ഇന്നിപ്പോൾ ചില ആളുകൾ ഞാൻ ഇത്ര വർഷമായി ഇനിയും വേണ്ടി ആവശ്യമില്ല. ഇവൻ നിങ്ങൾ ഈ രാജനോട് ചോദിച്ച് 30 വർഷത്തോളം പ്രാവശ്യം രാജൻ എത്ര പ്രാവശ്യം കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു? രാജന്റെ ജീവിതത്തിൽ ആദ്യം എല്ലാ ദിവസവും കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു വട്ടം ചുറ്റി നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കണം. എന്നാൽ ഇപ്പൊ ലഹരി ആസക്തി എന്ന് പറയുന്നത് വ്യക്തിഗത രോഗം മാത്രമല്ല, പിന്നെ അത് ഒരു കുടുംബ രോഗം കൂടിയാണ്. അപ്പൊ ആ കുടുംബ രോഗത്തിൽ പെട്ടിരിക്കുന്ന ഭാര്യയും അവരുടെ ജീവിതത്തിൽ പ്രയാസമുണ്ട്. അതായത് ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ, അവരുടെ ജീവിതത്തിലുള്ള ആ പ്രയാസം, ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ അവരിലെല്ലാം. അപ്പോൾ നമ്മൾ ആ പാലം വഴി ആദ്യം വന്നുവെങ്കിൽ ഇത് അതിൻ്റെ പിന്നാമ്പുറത്തൂടെ നമ്മുടെ ആ പാലം കഴിഞ്ഞ് കയറി പിന്നെ ജനവാസമുള്ള ഇടത്തിലേക്കാണ്. അപ്പോൾ ഇതുവഴിയുള്ളൊരു കാറൊക്കെ വരുന്നവർക്ക് ഇതുവഴി ഇങ്ങനെ വരാം. മറ്റേത് അവിടെ വണ്ടി നടത്തിയിട്ട് മറ്റേ വഴി വഴിയാണ്. ഇതിപ്പോൾ കാർ പോർച്ച്, ഇവിടെ കാർ പാർക്കിംഗ് അറിയില്ല. ഇവിടേക്ക് താമസക്കാരുണ്ട്. ആ ഒരു പഴമ നിലനിർത്തുന്ന വീടുകളും പുതുമയും ഒക്കെ ചേർന്നുള്ള ഒരു അന്തരീക്ഷമാണ് മാരാമൺ. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന പലപ്പോഴും പലരും മാരാമണിലെ പ്രസംഗവും ആണ് ബെസ്റ്റ്. പ്രസംഗം ഒഴിച്ചുവിടാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ഉള്ളവർക്ക് ഇതിൻ്റെ ഈ മറ്റേ വഴി, അതായത് ഈ വാഹനം വരുന്ന വഴി, ഈ അതിൻ്റെ ക്രമീകരണങ്ങളിങ്ങനെ അധികം വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വഴി തിരഞ്ഞെടുത്തത്. ഇങ്ങനെ പോയാൽ ഇതൊക്കെ കാറിങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇടത്തോട്ടല്ല, നേരെ പോകണം. അതാണ് ഒറിജിനൽ വഴി. ഇതൊക്കെ നാട്ടുകാരുടെ വീടുകളാണ്. അപ്പോൾ ഇതുവഴി നേരെ പിടിച്ചാൽ അവിടെ എത്തും.
നമ്മളെ ഒറിജിനൽ മാരാമൺ വഴിയിൽ എത്തും. കണ്ടുകൊണ്ടേ നടക്കാം, നടന്നുകൊണ്ടേ കാണാം. അവിടെ ഒരു കൊച്ചു പാലം. ഇങ്ങനൊരു തോടും പാലമൊക്കെ ഇവിടെ ഉണ്ട്. തോട്ടിൽ വെള്ളം ഉണ്ടോ നോക്കിയാലോ? കാണുമോ? വലിയ കുഴപ്പമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. വെള്ളം അങ്ങനെ വലുതായിട്ടില്ല, പറ്റി വരണ്ട കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാലം ക്രോസ് ചെയ്ത് ഇതൊക്കെ മാരാമണിൻ്റെ പിന്നാമ്പുറത്തെ കാഴ്ച അതാണ്. എന്താ ഇവിടെ കാർ പാർക്കിങ്ങിന് പേ ആൻഡ് പാർക്കാണ്. അകത്ത് പേ ആൻഡ് പാർക്കാണ് ഇവിടെ. അല്ലെങ്കിൽ ഈ നാട്ടുകാരായതുകൊണ്ട് അറിയാം അവിടെ പേ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉള്ളിൽ യെസ്. അപ്പോൾ ഇതെല്ലാം ഈ പേ ആൻഡ് പാർക്ക്, അതും അവർക്കൊരു വരുമാനമാണ്. ആരൊക്കെയോ ടെൻഡറൊക്കെ എടുത്ത് പയ്യന്മാർക്ക് ജീവിക്കണ്ടേ, അപ്പോൾ അവരും അതിനൊരു ചെറിയ ബിസിനസ് ആക്കിയിട്ടുണ്ട് ജീവിക്കണമല്ലോ അവർക്കൊക്കെ. ഇതെല്ലാം പേ ആൻഡ് പാർക്കാണ്. അപ്പോൾ ഇതെല്ലാം പിന്നെന്താ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ടൂറിസ്റ്റ് കുടുംബം ആശംസിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാമല്ലേ? സ്കിൽഡ് ഓൺ വീൽസ്. നമ്മുടെ പുതിയ വണ്ടി പഠിക്കാൻ പൈസ കിട്ടിയത് അങ്ങനെയാണ്. ഈ പൈസക്ക് അതിനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പിള്ളേർക്കും വേണ്ടി പൈസ നമ്മുടെ സ്ഥാപനത്തിനല്ല. ഒരു വിത്തൗട്ട് ഒരു ലൈറ്റ് ഹോം ഓഫ് ലവ് അഥവാ സ്നേഹത്തിന്റെ ഭവനം. ആദ്യ നാളുകളിൽ അടൂർ ഭദ്രാസനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വന്ന ഈ സ്ഥാപനം പിന്നീട് ചെങ്ങന്നൂർ മാവേലിക്കര. അപ്പോൾ മാരാമൺ യാത്രയുടെ കലാശക്കൊട്ടിലേക്കാണ്. മാരാമൺ യാത്രയിലെ കലാശക്കൊട്ടിലേക്കാണ് അവസാനം നമ്മുടെ ലാസ്റ്റ് ബാക്ക്. അപ്പോൾ ഇത് നമ്മൾ വന്നത് എന്നാണ് ബാക്ക് ഡോറിലൂടെയാണ്. ഇതാണ് ശരിയുള്ള ഒറിജിനൽ വഴി. അപ്പോൾ നമ്മൾ പുറകെ കൂടെ വന്ന് ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി തിരിച്ചു പിടിക്കുന്നു എന്നതാണ് സത്യം.